അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കഷ്ടപ്പെട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നിർദ്ദേശം നൽകിയതിനനുസരിച്ചുള്ള തുക പിരിച്ചു തന്നിട്ടില്ലാത്ത മണ്ഡലം കമ്മിറ്റികൾക്കെതിരെയാണ് നടപടിയെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ആ വാദത്തെ പൂർണ്ണമായും പൊളിക്കുന്നുണ്ട്. പിരിച്ച തുക നേതൃത്വത്തിന് നൽകിയിട്ടില്ല എന്ന ഈ നടപടി നേരിട്ട കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പരാതി. അപ്പോൾ ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ക്ഷുഭിതനായി സംസാരിച്ചത് കൂടി നമുക്കൊന്ന് കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇന്നത്തെ പ്രതികരണം. അത്തരത്തിൽ 50,000 രൂപ സമാഹരിക്കാൻ പറ്റാത്ത 19ഓളം അസംബ്ലികൾക്കെതിരായിട്ട് നടപടിയെടുത്തപ്പോൾ കൈരളിയുടെ ഹീനമായ വൃത്തികെട്ട ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി വരും. ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി തന്നെ വരും. സമാഹരിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ അതിലൊരു വീഴ്ച സംഭവിച്ചു. അവർക്കത് സമാഹരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ കൈരളിയുടെ ഡയറക്ടർ എന്ന് പറയുന്നില്ല, സോറി മമ്മൂക്കയാണ്, കൈരളിയുടെ ചീഫ് എഡിറ്റർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് അയാളോട് തന്നെ നടത്താൻ പറയുക. അയാൾ അന്നേരം അയാൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കാം. അതല്ല ഞാൻ എടുക്കുന്ന നടപടിയാണ് എങ്കിൽ ഞാൻ പറയുന്ന വാർത്ത കൊടുക്കാൻ പറയുക. അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൈരളി കൊടുത്തിട്ട് സ്വാഭാവികമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശ്രീ ലാൽകുമാർ, അവസാന ഭാഗമുണ്ടല്ലോ, അത് പെട്ടെന്ന് ഇങ്ങനെ ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. അതായത് ഒരു തരത്തിലും വെട്ടിപ്പും വീഴ്ചയും ഒന്നും നടത്തിയിട്ടില്ലാത്ത ചില ചെറുപ്പക്കാരെ കൈരളി ലക്ഷ്യമിട്ട് അവർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു എന്ന്. പക്ഷേ അതേ ചെറുപ്പക്കാരാണ് പരാതി നൽകിയതും അതേ ചെറുപ്പക്കാരെ കുറിച്ചാണ് ഈ പരാതി. ആ പരാതികളൊക്കെ എത്തി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോയിന്റിലേക്കുമാണ്. അല്ല, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ വളരെ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്ന്, ഈ പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് പണം ഇത്രയും മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളൊരു ചോദ്യം. ഇവിടെ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന പ്രതിനിധി പറഞ്ഞത് ഈ എമൗണ്ടുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റിയിൽ ഒരു പ്രശ്നം ഇല്ലെന്നാണ്. അത് ശരി, പിരിച്ച് എടുത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ പ്രശ്നം ആവുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ നമുക്ക് ക്ലാരിറ്റി കുറവുണ്ട്. അത് നമ്മൾ നമ്മുടെ കാര്യം പറയണമല്ലോ. നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്നാ പറയുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. അത് നമുക്ക് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കേരളത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ആ ദുരന്തം സംഭവിച്ചിരിക്കുമ്പം ഈ മാനവികത ഉയർന്നു നിൽക്കുന്ന മനുഷ്യർ സാധാരണഗതിയിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ അത് കേരളത്തിൽ എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് നമ്മുടെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. പക്ഷേ മനുഷ്യൻ്റെ ഈ കൊടുക്കാനുള്ളൊരു പൊട്ടൻഷ്യലുണ്ടല്ലോ, അതിനെ ഞാൻ ഗിവിങ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചാൽ ആ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കൂ, അസിത, ലാൽകുമാർ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പണം കൊടുക്കാൻ തയ്യാറായി, അയ്യോ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നുന്നത് ദുരന്ത നിമിഷങ്ങളിലാണ്. അതങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. അല്ല, നിങ്ങളുടെ മുന്നിലേക്ക് വേറൊരാൾ വരികയാണെങ്കിൽ ഇയാൾക്ക് അർഹതപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കും. അതേ സ്ഥാനത്ത് ആ ആൾ നമ്മുടെ മുന്നിൽ വരാതെ ഇത് അർഹതയുള്ളൊരു വിഷയമാണ്, സംസ്ഥാനം ഒന്നിച്ച് രാജ്യം ഒന്നിച്ച് നിൽക്കേണ്ട ഒരു വിഷയമാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു അവസരമാണ് ഈ ദുരന്ത നിമിഷങ്ങൾ. ആ ദുരന്ത നിമിഷങ്ങളിൽ സാധാരണ സംഭവിക്കുക, ഈ കളിപ്പീരുകാർ ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. കളിപ്പീരുകാരുടെ പ്രശ്നം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല പൊട്ടൻഷ്യലുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് നമുക്ക് എന്നാൽ പരമാവധി പണം ഇതിനകത്തുനിന്ന് അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു നോട്ടം. അങ്ങനെ നോക്കിക്കൊണ്ട് കൂടുതൽ പണം പിരിച്ച് നിങ്ങളുടെ കയ്യിൽ പോക്കറ്റിൽ വെച്ച് എന്നാൽ അക്കൗണ്ടിൽ വന്ന പൈസ കുറവാണോ എന്നുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യം മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എനിക്ക് കോംപ്ലിക്കേറ്റ് ചെയ്ത് പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയം തന്നെ ഇവിടെ ചർച്ച ചെയ്തു. അന്ന് താങ്കളല്ല, മറ്റൊരാളാണ്, കോൺഗ്രസിൻ്റെ പ്രതിനിധി വന്ന മറ്റൊരാളായിരുന്നു. അന്ന് ഇവിടെ വന്നൊരു വിഷയമാണ് ഈ പറയുന്ന പൈസ കൊടുത്തവരുമായി ബന്ധപ്പെട്ട്. പൈസ കൊടുത്തവരെ കുറിച്ചൊന്നും ഇവർക്ക് കണക്കില്ലെന്നേ. ആദ്യം ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട പരാതിക്കാരി ഒരു ലേഡിയായിരുന്നു. അവർ കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിൽ കൊടുത്ത ആളല്ല. അപ്പോൾ അല്ലാതെ രസീത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഇതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണങ്ങളും പല ഘട്ടങ്ങളിലും വന്നിട്ടില്ല. നിങ്ങളിപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതിനകത്തുനിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി എന്ന് ഒരു വാദം ഇല്ല. എന്തായാലും എനിക്കില്ല അങ്ങനെ ഒരു വാദം. പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയിൽ ഈ പറയുന്ന മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നവർ ഇതിനകത്തുനിന്ന് കൂടുതൽ പിരിച്ച് പണം കയ്യിലാക്കിയിട്ടുണ്ടോ? കാര്യം സഹാനുഭൂതിയോടുകൂടി നിൽക്കുന്ന ഒരു ജനതയെ നിങ്ങൾ തന്നെ ചൂഷണം ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ സ്വാഭിത താല്പര്യങ്ങൾക്ക് ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് സഖാവ് സജീഷ് പറഞ്ഞ കണക്കിന് ഇവിടെ വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. സഖാവ് സജീഷ് പറഞ്ഞ എന്താണ്? ഈ പറയുന്ന
ഒരു മണ്ഡലം ഇവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി എന്ന് വിളിക്കുന്ന ഒരു മണ്ഡലം കമ്മിറ്റിക്കകത്തുനിന്ന് വാർഡിൽ നിന്ന് കേരളത്തിലെ ഒരു വാർഡിൽ നിന്ന് 400 രൂപ മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ അല്ലേ? നിങ്ങൾ വാർഡിൽ എത്ര പേരുണ്ട്? നിങ്ങളുടെ എന്നെ കേൾക്കുന്നവരാലോചിച്ചാൽ മതി. നിങ്ങളുടെ പരിസരത്ത് മൊത്തം എത്ര വീടുണ്ട്? നിങ്ങളൊരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര രൂപയായി? അപ്പോൾ അവിടെയാണ് അവിടെ പറ്റീര് എന്ന് പറയുന്നൊരു കാര്യം നടക്കുന്നത്. അവിടെ പറ്റീരുണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയ നമ്മൾ അനുമാനിച്ചാൽ അത് തെറ്റല്ല. ഇങ്ങനെ ഈ അനുമാനത്തെ നിങ്ങൾക്ക് റിബട്ട് ചെയ്യാനുള്ള എവിഡൻസ് നിങ്ങൾക്കുണ്ടോ?